പേര് സുകന്യ. ഞാൻ ഇൻഡെക്സിലെ 28th ബാച്ചിലെ മെഡിക്കൽ കോഡിംഗ് സ്റ്റുഡൻ്റാണ്. MSc കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കോഴ്സ് കംപ്ലീറ്റ് ആയി. MSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ സോഫ്റ്റ്വെയർ ടെസ്റ്ററായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അവിടുന്ന് എനിക്ക് കുറച്ച് എൻ്റെ കുഞ്ഞുണ്ടായതിന് ശേഷം എനിക്ക് അവിടെ ജോബ് ക്വിറ്റ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ഒരു 2 year ബ്രേക്ക് വന്നപ്പോൾ ഒരു ദിവസം ഞാൻ യൂട്യൂബിൽ ഇൻഡെക്സിൻ്റെ ആഡ് കണ്ടു. മുബീന മാമിൻ്റെ ക്ലാസ് ആണ് എന്നെ ഇൻഡെക്സിൽ തന്നെ വന്ന് മെഡിക്കൽ കോഡിംഗ് പഠിക്കണമെന്ന് ഉള്ള തീരുമാനം എടുപ്പിച്ചത്. മുബീന മാം അനാട്ടമി ക്ലാസ് എടുക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ ഇൻഡെക്സിൽ അന്വേഷിച്ചു. അവിടുത്തെ കോഴ്സ് ഡ്യൂറേഷനും കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. മറ്റ് സ്ഥാപനങ്ങളിലെല്ലാം ഞാൻ എൻക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇൻഡെക്സിൽ അനാട്ടമിയുടെ ക്ലാസ് ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. ഞങ്ങളുടെ ട്യൂട്ടർ എന്ന് പറയുന്നത് സുരയ്യ മാമാണ്. സുരയ്യ മാം ഈച്ച് ആൻഡ് എവറി പോയിൻറ്റ്സ് നമുക്ക് കൃത്യമായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ഞാനൊരു നോൺ ലൈഫ് സയൻസ് സ്റ്റുഡൻ്റാണ്. എന്നിട്ട് പോലും എനിക്ക് ഡൗട്ടായിരുന്നു, എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ, ഇത് എങ്ങനെയായിരിക്കും, സയൻസ് അല്ലേ, ഭയങ്കര ടഫായിരിക്കത്തില്ലേ എന്ന്. പക്ഷേ എനിക്കിപ്പം വളരെ കോൺഫിഡൻസോട് കൂടി പറയാൻ പറ്റും, ഒരു നോൺ ലൈഫ് സയൻസ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും എനിക്ക് പല കാര്യങ്ങളും ഈസി ആയിട്ട് എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റി. അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരയ്യ മാമിൻ്റെ ക്ലാസ് തന്നെയാണ്. വളരെ പങ്ക്ച്വലായിട്ട് കൃത്യമായിട്ട് മാം ഓരോ ടോപ്പിക്കും കവർ ചെയ്ത് പറഞ്ഞ ഡ്യൂറേഷനുള്ളത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അനാട്ടമി ക്ലാസ് ഓരോ ദിവസം എടുക്കുന്നതിനനുസരിച്ച് മാം തലേ ദിവസം പഠിപ്പിച്ചത് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. ഇപ്പം CPT ആണെങ്കിലും ICD ആണെങ്കിലും ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ CPT ICD ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇന്നെടുത്തതിൻ്റെ ക്വസ്റ്റ്യൻസ്, ഇന്നെടുത്ത ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യിപ്പിക്കും. അങ്ങനെ ഏകദേശം ഒരു 16 മോക്കോളം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഈ 16 മോക്ക് നമ്മൾ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ നോൺ ലൈഫ് സയൻസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് CPC എത്രയും പെട്ടെന്ന് തന്നെ എഴുതിയെടുക്കണം എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ CPC എത്രയും പെട്ടെന്ന് ഞാൻ എഴുതിയെടുത്തു. CPC ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ CPC ഞാൻ പാസ്സായി. അതിൻ്റെ ഫുൾ ക്രെഡിറ്റും എനിക്ക് പറയാനുള്ളത് ഇൻഡെക്സിലെ ക്ലാസ്സുകാരനാണ്. അവിടുത്തെ ഓരോ സ്റ്റാഫും തന്നെ എല്ലാ കാര്യത്തിലും CPCയുടെ ഡേറ്റ് എടുക്കുന്നതായിക്കോട്ടെ, പിന്നെ ഓരോ ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന കാര്യത്തിൽ സുരയ്യ മാം ആയിക്കോട്ടെ, മുബീന മാം ആയിക്കോട്ടെ, എല്ലാവരും ഒത്തിരി നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മുബീന മാം ഓരോ എക്സാം കഴിയുന്നതിനനുസരിച്ച് മുബീന മാം നമ്മൾ എൻക്വയർ ചെയ്യും. എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു, എങ്ങനെയൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് മുബീന മാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പം ഇനിയും ഇൻഡെക്സിന് ഇതുപോലെ ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ. പലതരത്തിലുള്ള മെഡിക്കൽ കോഡിങ്ങിൽ ഒത്തിരി സ്റ്റുഡൻസിനെ മെഡിക്കൽ കോഡിങ് പഠിപ്പിച്ചിട്ട് CPC കാൻഡിഡേറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ ഇൻഡെക്സിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പം താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ശരണ്യ. ഞാൻ തൃശ്ശൂരുള്ള ഇൻഡസ് എഡ്യൂക്കേഷനിലാണ് പഠിച്ചത്. റീസെൻ്റ്ലി CPC ഞാൻ ക്ലിയർ ചെയ്തു. താങ്ക് യു ഇൻഡസ് എഡ്യൂക്കേഷൻ ആൻഡ് സാന്ദ്ര മാം ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ഇപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ടൈമിലാണെങ്കിലും ക്ലിയർ ചെയ്ത് തന്നിരുന്നു. എക്സാം പ്രിപ്പറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1 month എക്സാം പ്രിപ്പറേഷൻ എടുത്തത്. SST മോഡ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിരുന്നു. SST മോഡ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യായിരുന്നു. അതിൽ നിന്ന് ഡൗട്ടുകളൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യും. മാർക്ക് കുറവുകളൊക്കെ ആണെങ്കിൽ പിന്നെ റിപ്പീറ്റ് ചെയ്യാണ് ചെയ്തത്.